സൽമാൻ ഖാൻ എന്ന നടനും സൽമാൻ ഖാൻ ചിത്രങ്ങൾക്കും എന്നും ബോളിവുഡിൽ ആരാധകർ ഏറെയാണ്. ഉത്തരേന്ത്യൻ സിംഗിൾ സ്ക്രീനുകളിൽ ഷാരൂഖ് ഖാനൊപ്പം ഏറ്റവും സ്വാധീനശേഷിയുള്ള താരം തന്നെയാണ് സൽമാൻ ഖാൻ. എന്നാൽ ഒരു കാലത്ത് മികച്ച നിരവധി ചിത്രങ്ങൾ ചെയ്തിരുന്ന സൽമാൻ ഖാന് അടുത്ത കാലത്തൊന്നും ശോഭിക്കാനായിരുന്നില്ല. തന്റെ താരമൂല്യത്തിന് ചേർന്ന ഒരു വിജയവും അദ്ദേഹത്തിന് ലഭിച്ചിരുന്നില്ല. എന്നാൽ അദ്ദേഹത്തിന്റേതായി പുറത്തിറങ്ങാനിരിക്കുന്ന സിക്കന്ദർ മികച്ച വിജയമാകുമെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ പറയുന്നത്. റിലീസിന് മുൻപ് തന്നെ ചിത്രം വിവിധ റൈറ്റ്സുകൾ വിറ്റ വകയിൽ കോടികൾ നേടിയെന്നാണ് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. 180 കോടി ബജറ്റിലാണ് ചിത്രം ഒരുങ്ങുന്നത്. സൽമാൻ ഖാന്റെ പ്രതിഫലം ഉൾപ്പെടെ ഈ കണക്കിൽ ഉൾപ്പെടുന്നുണ്ടെന്നാണ് സൂചനകൾ. 20 കോടിയോളം രൂപ നിർമ്മാതാവ് പബ്ലിസിറ്റിക്ക് വേണ്ടി നീക്കിവെച്ചിട്ടുണ്ടെന്നും സൂചനകളുണ്ട്. ഇതുകൂടെ കണക്കാക്കിയാൽ ആകെ 200 കോടി ബജറ്റിലാണ് സിക്കന്ദർ ഒരുങ്ങുന്നത്. എന്നാൽ റിലീസിന് മുൻപ് തന്നെ സൽമാൻ ഖാന്റെ താരപദവി നിർമ്മാതാവിനെ സേഫാക്കിയിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ. നെറ്റ്ഫ്ലിക്സ് ആണ് ചിത്രത്തിന്റെ OTT റൈറ്റ്സ് സ്വന്തമാക്കിയിരിക്കുന്നത്. 85 കോടിയാണ് നെറ്റ്ഫ്ലിക്സുമായുള്ള കരാറിലൂടെ നിർമ്മാതാവിന് ലഭിക്കുക. എന്നാൽ ചിത്രം വൻ വിജയമാവുകയും ബോക്സ് ഓഫീസിൽ നിന്ന് 350 കോടിയിലേറെ നേടുകയും ചെയ്താൽ 85 കോടിയുടെ സ്ഥാനത്ത് നെറ്റ്ഫ്ലിക്സ് 100 കോടി വരെ നൽകിയേക്കും. സീ ചാനലാണ് സാറ്റലൈറ്റ് റൈറ്റ്സ് സ്വന്തമാക്കിയിരിക്കുന്നത്. 50 കോടിയാണ് സീ നൽകുക. 30 കോടി രൂപയ്ക്കാണ് ചിത്രത്തിന്റെ മ്യൂസിക് റൈറ്റ്സ് സീ മ്യൂസിക് കമ്പനി സ്വന്തമാക്കിയത്. അങ്ങനെ എല്ലാം ചേർത്ത് റിലീസിന് മുൻപ് തന്നെ ബജറ്റിന്റെ 80% ചിത്രം തിരിച്ചു പിടിച്ചിരിക്കുകയാണ്. മാർച്ച് 28-നാണ് AR മുരുകദോസ് സംവിധാനം ചെയ്യുന്ന ചിത്രം റിലീസ് ചെയ്യുക. എന്റർടൈൻമെന്റ് ഡെസ്ക്, സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.